നമ്മൾ മുസ്ലിങ്ങൾ പാരമ്പര്യമായിട്ട് വിശ്വസിച്ച് പോരുന്ന കുറേ വിശ്വാസ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ എതിരായിട്ടുള്ള പല പേച്ച ആശയങ്ങളും വിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. അവരെ പുറമേയുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ സംസാരവും അവരുടെ വേഷമൊക്കെ കണ്ടാൽ ആളുകൾ അതിൽ വീണു പോകും, അവർ ശരിയാണെന്ന് വിചാരിച്ചു പോകും. എന്നാൽ ഇത്തരത്തിലുള്ള സംസാരത്തിൻ്റെയും ഈ പ്രവർത്തനത്തിൻ്റെയൊക്കെ മറവിൽ അവർ പല പേച്ച ആശയങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. പല തെറ്റായ ആദർശങ്ങളും അതിൻ്റെ പിറകിൽ അവർ പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മഹത്വത്തിന്, അവിടുത്തെ സ്ഥാനത്തിന് നിരക്കാത്ത പല ആശയങ്ങളും ആദർശങ്ങളും അവർക്കുണ്ട്. നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച പല ആശയങ്ങൾക്കും എതിരായിട്ടുള്ള തെറ്റായ ആശയങ്ങൾ അവർ കൊണ്ട് നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മഹാനായ ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നിസ്കാരത്തിലെ ഖുശൂ പറയുന്നിടത്ത് അത്തഹിയ്യാത്തിൽ വഅഹ്ദിർ ഫീ ഖൽബിക അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വശഖ്സഹുൽ കരീം, മുത്തുനബി നീ മനസ്സിൽ ഹാദിറാക്കണം അത്തഹിയ്യാത്തിന്റെ സമയത്ത്. എന്നിട്ടോ വഖുൽ സലാമുൻ അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, എന്നിട്ട് മുത്തുനബിയുടെ മേൽ നീ സലാം ചെല്ലണം. വൽയസ്ദുഖ് അമലുക ഫി അന്നഹു യബ്ലുഗുഹു വയറുദ്ദു അലൈക മാ ഹുവ ഔഫ മിൻഹു, മുത്തുനബി തങ്ങൾ നിന്റെ സലാം കേൾക്കുന്നുണ്ടെന്നും അവിടുന്ന് സലാം മടക്കുന്നുണ്ടെന്നും നീ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യണമെന്ന് മഹാനായ ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ 1-ാം വാല്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് തബ്ലീഗുകാർ പറയുന്ന അവർക്കുള്ള ആശയം, അവരുടെ ആദർശം എന്താണ്? അവരുടെ നേതാക്കൾ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. തബ്ലീഗുകാരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഷാ ഇസ്മായിൽ ദഹ്ലവി എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് സിറാത്തെ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥം. അത് ഉറുദുവിലുള്ള ഗ്രന്ഥമാണ്. അപ്പൊ അതിന്റെ 118-ാമത്തെ പേജിൽ അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. നിസ്കാരത്തിൽ മനസ്സിൽ ഹാദിറാക്കുന്നതിനെ പറ്റി പറയുന്നിടത്ത് പറയുന്നു, ഹുവാ ജവാബ് റിസാലത്ത് മആബ് ഹേ ഹം അപ്നെ ഹിമ്മത് കോ ലഗാ ദേനാ, ഒരാൾ മനസ്സിൽ കൊണ്ടുവരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ പോലും അങ്ങനെ മനസ്സിൽ മുത്തുനബി ഹാദിറാക്കൽ അപ്നെ ബേൽ ഓർ ഗദി കി സൂറത്ത് മേ മുസ്തഗ്റഖ് ഹോനെ സേ ബുരാ ഹേ, ഒരാൾ തന്റെ കഴുതയെയോ കാളയെയോ ഒക്കെ മനസ്സിൽ കൊണ്ടുവരുന്നതിനേക്കാൾ മോശമാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കൊണ്ടുവരുന്നത്, അവിടുത്തെ ഓർക്കുന്നത് എന്ന്. അപ്പോൾ ആലോചിക്കുന്ന എത്ര പിഴച്ചിട്ടുള്ള, എത്ര വികലമായിട്ടുള്ള ഒരു ആശയമാണ് അവരുടെ നേതാവ് പ്രചരിപ്പിക്കുന്നത്. അപ്പോ അവർ ഈ വേഷവിധാനത്തിന്റെയും അവരുടെ ആളുകളെ സ്വാധീനിക്കുന്ന സംസാരത്തിന്റെയൊക്കെയും മറവിൽ ഇത്തരം വിശ്വാസങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അതിൽ വീണു പോകാതെ, അവരുടെ ആ പ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പിഴച്ച ആശയങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.